ഹായ് എവരിവൺ. നമ്മൾ റെസ്പിറേഷനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? റെസ്പിറേഷൻ എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റെസ്പിറേഷന്റെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ എയർ ഉള്ളിലേക്ക് എടുക്കുന്നു. ഈ എയർ എന്ന് പറയുന്നത് ഇതുവഴി നോസ്ട്രിൽസിലൂടെ, നേസൽ ക്യാവിറ്റിയിലൂടെ, ട്രക്കയിലൂടെ കടന്നു പോകുന്നു അല്ലേ? എന്നിട്ട് ട്രക്കയ്ക്ക് 2 ബ്രാഞ്ചസ് ഉണ്ട്, ബ്രോങ്കസ്. ആ ബ്രോങ്കസിന്റെ ബ്രാഞ്ചസിനെ വിളിക്കുന്ന പേരാണ് ബ്രോങ്കിയോൾസ്. അതിലൂടെ എയർ കടന്നു പോകുന്നു. ദെൻ ബ്രോങ്കിയോൾസിൽ നിന്നും അത് ലാസ്റ്റ് പാർട്ടായ അൽവിയോളയിലേക്ക് എത്തുന്നു അല്ലേ? അപ്പൊ ഇപ്പൊ എയർ എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? അൽവിയോളസിലാണുള്ളത്. അപ്പൊ ഈ അൽവിയോള അല്ലെങ്കിൽ വായു അറയിലിരിക്കുന്ന എയറിന് ഇനി എന്താണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. അതായത് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, വാതക വിനിമയം നടക്കുന്നത് എങ്ങനെയാണ്? അതായത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു, അൽവിയോളസിനുള്ളിൽ വെച്ചിട്ടാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് അല്ലെങ്കിൽ വാതക വിനിമയം നടക്കുന്നത് അല്ലേ? അതായത് ഓക്സിജൻ എന്ന് പറയുന്നത് പുറത്തു നിന്നും ലങ്സിനകത്തിലേക്ക് അല്ലെങ്കിൽ അൽവിയോളസിനകത്തിലേക്ക് എത്തുന്നു. ഇനി അവിടെ നിന്നും അത് എവിടേക്ക് പോകും? ബ്ലഡിലേക്ക് പോകും. ബ്ലഡ് ആണ് ഡിഫറെന്റ് പാർട്സിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനി ഡിഫറെന്റ് പാർട്സിൽ നിന്നും വരുന്ന ബ്ലഡിനകത്തിൽ എന്തുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അതായത് നമ്മുടെ ഡിഫറെന്റ് പാർട്സിൽ ഓരോരോ ആക്ടിവിറ്റീസ് നടക്കും അല്ലെ? അതിന് പരമായിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വേസ്റ്റ്, അതായത് മെയിൻ ആയിട്ട് എനർജി പ്രൊഡക്ഷൻ ആണ്. ഊർജ്ജോൽപാദനം നടക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എവിടേക്ക് എത്തുന്നു? ബ്ലഡിലൂടെ നമ്മുടെ ലങ്സിലേക്ക് എത്തുന്നു അല്ലെ? അപ്പൊ ഇവിടെ ഈ ബ്ലഡ് വെസലിൽ അല്ലെങ്കിൽ ബ്ലഡിനകത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എവിടേക്ക് കിടക്കണം? അൽവിയോളസിനുള്ളിലേക്ക് കിടക്കണം. ഇനി അൽവിയോളസിൽ നിന്നും ഓക്സിജൻ എവിടേക്ക് കിടക്കണം? ബ്ലഡിലേക്ക് കിടക്കണം. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പായ റെസ്പിറേഷന്റെ സെക്കൻഡ് സ്റ്റെപ്പായ അൽവിയോളാർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? റെസ്പിറേഷനിൽ എങ്ങനെയാണ്, അതായത് ബ്രീത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സാണ് നമ്മൾ ആദ്യം പഠിച്ചത്. അതായത് അറ്റ്മോസ്ഫിയറിക് എയറിൽ നിന്നും അൽവിയോളസിലേക്ക് എയർ വരുന്ന കാര്യം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ അൽവിയോളസ്, അതായത് ഇതെന്ന് പറയുന്നത് ബ്രോങ്കിയോൾസിന്റെ അറ്റത്തുള്ള, അതായത് ശ്വസനികകളുടെ അറ്റത്തുള്ള എയർ സാക്ക് അല്ലെങ്കിൽ വായു അറകളാണ് അല്ലെ? അവയാണ് എന്തെന്ന് വിളിക്കുന്നത്? അൽവിയോളസ്. അപ്പൊ ഈ അൽവിയോളസിനുള്ളിലേക്ക് എന്ത് എത്തിയിട്ടുണ്ട്? പുറത്തു നിന്നും ഓക്സിജൻ എത്തിയിട്ടുണ്ട്. ആ ഓക്സിജൻ എന്ന് പറയുന്നത് എവിടേക്ക് കിടക്കണം? നമ്മൾ നേരത്തെ പഠിച്ചു, അൽവിയോളയ്ക്ക് ചുറ്റും ഒരുപാട് ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട് അല്ലെ? ആ ബ്ലഡ് കാപ്പിലറീസിനുള്ളിലേക്ക് അല്ലെങ്കിൽ രക്തലോമികകൾക്കുള്ളിലേക്ക് എന്ത് കടക്കണം? ഓക്സിജൻ കടക്കണം. ഇനി ഈ ബ്ലഡ് കാപ്പിലറീസിനകത്തിൽ എന്തുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അത് എവിടേക്ക് കടക്കണം? അൽവിയോളസിലേക്ക് കടക്കണം. എന്നാൽ മാത്രമേ അത് ബോഡിക്ക് പുറത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ അല്ലെ? അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ്, അതായത് അൽവിയോളാർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, അൽവിയോളയിലുള്ള വാതക വിനിമയമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് ഈ അൽവിയോളയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തിന്നായിട്ടുള്ള എയർ സാക്സ് ആണ് അല്ലെ? അതായത് തീരെ കനം കുറഞ്ഞതാണ്. ഇതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ ലെയർ ഓഫ് സെല്ല് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരൊറ്റ നിര കോശം കൊണ്ട് മാത്രം ആവരണം ചെയ്തിരിക്കുന്നത്? ഇപ്പൊ ഒരുപാട് ലെയേഴ്സ് ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ അൽവിയോളയുടെ വാളിന് അല്ലെങ്കിൽ ഭിത്തിക്ക് എത്ര ലെയർ ഓഫ് സെൽസ് മാത്രമേ ഉള്ളൂ? ഒരു സിംഗിൾ ലെയർ ഓഫ് സെല്ല് കൊണ്ടാണ് ഇത് ആവരണം ചെയ്തിരിക്കുന്നത്. അതിന് കാരണം എളുപ്പത്തിൽ എന്ത് നടക്കണം? ഡിഫ്യൂഷൻ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കണം. നമ്മൾ ഡിഫ്യൂഷൻ ഒക്കെ നേരത്തെ പഠിച്ചായിരുന്നു അല്ലെ? എന്താണ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഇറ്റ്സ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ഇറ്റ്സ് ലോവർ കോൺസെൻട്രേഷൻ. അതായത് തന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡിഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത് ഏത് പ്രോസസ്സിലൂടെ ആയിരിക്കും? ഡിഫ്യൂഷനിലൂടെ ആയിരിക്കും. അപ്പൊ ഈ ഡിഫ്യൂഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള വോൾ അല്ലെങ്കിൽ ഭിത്തി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? തിന്നായിരിക്കണം, കനം കുറഞ്ഞിരിക്കണം. അപ്പൊ കനം കുറഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ അൽവിയോളയുടെ വാളിന് എത്ര ലെയർ ഓഫ് സെൽസ് കാണും? ഒരൊറ്റ ലെയർ ഓഫ് സെൽ അല്ലെങ്കിൽ ഒരൊറ്റ നില കോശം കൊണ്ടാണ് എന്ത് ആവരണം ചെയ്തിരിക്കുന്നത്? അൽവിയോളെ ആവരണം ചെയ്തിരിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ ബ്ലഡ് കാപ്പിലറീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ബ്ലഡ് കാപ്പിലറീസ്, അതായത് അൽവിയോളയ്ക്ക് അടുത്തായിട്ട് ധാരാളം ബ്ലഡ് കാപ്പിലറീസ്, രക്തലോമികകളുണ്ട്. ഇതിലേക്കാണ് എന്ത് കിടക്കേണ്ടത്? ഓക്സിജൻ കിടക്കേണ്ടത് അല്ലെ? അപ്പൊ ഈ ബ്ലഡ് കാപ്പിലറീസിന്റെ വാളിനും ഭിത്തിക്കും എന്ത് മാത്രമേ കാണത്തുള്ളൂ? ഒരൊറ്റ ലെയർ ഓഫ് സെല്ല് മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫ്യൂഷൻ എളുപ്പമാക്കുന്നുണ്ട്. കാരണം ഒരുപാട് ലെയേഴ്സ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ബ്ലഡ് കാപ്പിലറീസിന്റെ വാളിനും എത്ര ലെയർ ഓഫ് സെൽസ് കൊണ്ട് മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ? ഒരൊറ്റ ലെയർ സെല്ല് മാത്രമേ ഉള്ളൂ. അപ്പൊ ആർക്കൊക്കെയാണ് ഒരു സിംഗിൾ ലെയർ ഓഫ് സെൽസ് ഉള്ളത്? അതായത് അൽവിയോളയുടെ വാളിനും അതുപോലെ തന്നെ ബ്ലഡ് കാപ്പിലറിയുടെ വാളിനെയും ആവരണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കവർ ചെയ്തുകൊണ്ട് സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആണ് ഉള്ളത്. അതുകൊണ്ട് എന്താണ് ഗുണം? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഈസി ആയിട്ട് നടക്കുന്നു, അല്ലെങ്കിൽ ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് ഈസി ആയിട്ട് നടക്കുന്നു. ഇനി അതുപോലെ തന്നെ ഈ അൽവിയോളയുടെ ഇന്നർ വാൾ, ഉൾഭിത്തി എന്ന് പറയുമ്പോൾ അവിടെ മോയ്സ്ചർ ഉണ്ടായിരിക്കും. മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ ഈർപ്പം.
അപ്പൊ ഈർപ്പം ഉണ്ടെങ്കിൽ മാത്രമേ വാതകങ്ങൾക്ക് അല്ലെങ്കിൽ ഗ്യാസസിന് ഡിസോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ. അതായത് ബ്ലഡ് കാപ്പിലറീസിൽ നിന്നും വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അൽവിയോളയ്ക്ക് ഉള്ളിലേക്ക് കടക്കണം. അതുപോലെ തന്നെ അൽവിയോളയിൽ നിന്ന് പുറത്തു പോകുന്ന ഓക്സിജൻ ബ്ലഡ് കാപ്പിലറീസിലേക്ക് കടക്കണം അല്ലെ. അങ്ങനെ കടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ മോയ്സ്ചർ അല്ലെങ്കിൽ ഈർപ്പം ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഗ്യാസസ് ഡിസോൾവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ലയിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതുപോലെ തന്നെ ഈ മോയ്സ്ചർ ഉള്ളത് കൊണ്ടാണ് അവിടെ ഡിഫ്യൂഷൻ പെട്ടെന്ന് തന്നെ നടക്കുന്നത് അല്ലെ. ഇവിടെ എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ബ്ലഡ് കാപ്പിലറീസിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എവിടേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു? അൽവിയോളയിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. ഇനി അൽവിയോളയിൽ നിന്ന് ഓക്സിജൻ എവിടേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു? ബ്ലഡ് കാപ്പിലറീസിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഡിഫ്യൂഷൻ ഈസി ആക്കാനും ആര് സഹായിക്കുന്നുണ്ട്? മോയ്സ്ചർ. അപ്പൊ ഗ്യാസസിന്റെ ഡിസോൾവിങ്ങിന് സഹായിക്കുന്നുണ്ട്. അതായത് വാതകങ്ങൾ ലയിക്കാൻ മോയ്സ്ചർ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്യാസസിന്റെ ഡിഫ്യൂഷൻ നടക്കാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈ ബ്ലഡിനകത്തില് ഗ്യാസസ് വഹിച്ചുകൊണ്ട് പോകുന്ന റെസ്പിറേറ്ററി ഗ്യാസസ് അല്ലെങ്കിൽ ശ്വസനവാതകങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്നത് റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ RBC ആണ് അല്ലെ. ഡിഫറെന്റ് പാർട്സിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ബ്ലഡിലുള്ള RBC അല്ലെങ്കിൽ അരുണ രക്താണുക്കൾ റെഡ് ബ്ലഡ് സെൽസ് വഹിച്ചുകൊണ്ട് വരുന്നു. അപ്പൊ ഈ ബ്ലഡ് കാപ്പിലറീസിനകത്തിലാണ് ആരുടെ കോൺസെൻട്രേഷൻ കൂടുതൽ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗാഢത കൂടുതൽ. അപ്പൊ എവിടെയാണോ കൂടുതലായിട്ടുള്ളത് അവിടെയാണ് ആ എയറിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ബ്ലഡിനകത്തിലാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലുള്ളത് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഹയർ ഇൻ ബ്ലഡ്. സോ ബ്ലഡ് എവിടേക്ക് പോകും? ബ്ലഡ് അൽവിയോളയ്ക്ക് ഉള്ളിലേക്ക് കടക്കും. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ കൂടിയിടത്ത് നിന്ന് കുറഞ്ഞിടത്തേക്കാണ് പോകുന്നത്. അപ്പൊ ബ്ലഡിൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത കൂടുതലായതുകൊണ്ട് അത് എവിടേക്ക് കടക്കുന്നു? അൽവിയോളയിലേക്ക് കടക്കുന്നു. ഇനി അൽവിയോളയ്ക്കുള്ളിൽ ആരുടെ കോൺസെൻട്രേഷൻ ആണ് കൂടുതൽ? ഓക്സിജന്റെ ആണ്. അതെങ്ങനെ വന്നതാ? നമ്മള് ഉള്ളിലേക്ക് എടുക്കുന്ന എയറില് ഓക്സിജന്റെ അളവ് കൂടുതലുണ്ട് ഇല്ലേ. അപ്പൊ ആ ഓക്സിജൻ അൽവിയോളയിൽ കൂടുതലാണ്. അതുകൊണ്ട് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ ഗാഢത എവിടെയായിരിക്കും കൂടുതൽ വരുന്നത്? അൽവിയോളയിലായിരിക്കും. അപ്പം അൽവിയോളയിൽ നിന്നും ആ കോൺസെൻട്രേഷൻ അതായത് കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്നും ഓക്സിജൻ എവിടേക്ക് പോകും? ബ്ലഡിലേക്ക് പോകും. ബ്ലഡിൽ ഇപ്പോൾ ആരുടെ കോൺസെൻട്രേഷൻ കൂടുതൽ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആണ് അല്ലെ. അപ്പൊ ഓക്സിജൻ ബ്ലഡിലേക്ക് കടക്കുന്നു. കാരണം ഓക്സിജന്റെ കോൺസെൻട്രേഷൻ അൽവിയോളയിൽ കൂടുതലാണ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ബ്ലഡിൽ നിന്ന് അൽവിയോളയിലേക്ക് കടക്കുന്നു. കാരണം കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ എവിടെയാണ് കൂടുതൽ? ബ്ലഡ് കാപ്പിലറീസിനുള്ളിലാണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് എന്ത് നടക്കുന്നത്? ഗ്യാസസിന്റെ എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പൊ അൽവിയോളാർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കാൻ സഹായിക്കുന്നത് എന്തൊക്കെയാണ്? അൽവിയോളയുടെയും ബ്ലഡ് കാപ്പിലറിയുടെയും വാളിലുള്ള സിംഗിൾ ലെയർ ഓഫ് സെൽസ്, അതുപോലെ തന്നെ ഇന്നർ വാളിലുള്ള അൽവിയോളയുടെ ഇന്നർ വാളില് മോയ്സ്ചർ, ദെൻ കോൺസെൻട്രേഷൻ അല്ലെ. അതായത് ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുതലും അതുപോലെ തന്നെ അൽവിയോളയിലുള്ള ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂടുതലും ഒക്കെയാണ് എന്തിനെ സഹായിക്കുന്നത്? ഗ്യാസസിന്റെ എക്സ്ചേഞ്ചിന് സഹായിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം എയർ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് അൽവിയോള എന്ത് ചെയ്തു വരും? വീർത്തു വരും അല്ലെങ്കിൽ വികസിച്ചു വരും. അതുപോലെ തന്നെ ഇനി എയർ പുറത്തേക്ക് വിടുന്ന സമയത്ത് അൽവിയോള എന്ത് ചെയ്യും? ചുരുങ്ങും അല്ലെ, അല്ലെങ്കിൽ സങ്കോചിക്കും. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് ലങ്സിൽ ഒരു പദാർത്ഥമുണ്ട്. ആ പദാർത്ഥത്തിനെ വിളിക്കുന്ന പേരാണ് സർഫക്റ്റന്റ് എന്ന് വിളിക്കും. അപ്പൊ ഈ സർഫക്റ്റന്റ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ അൽവിയോളയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? എക്സ്പാൻഡ് ചെയ്യാനും കോൺട്രാക്ട് ചെയ്യാനുമായിട്ട് പറ്റുന്നത്. ഇനി ആ സർഫക്റ്റന്റ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുക? അൽവിയോളയുടെ എക്സ്പാൻഷനും അതുപോലെ തന്നെ കോൺട്രാക്ഷനും നടക്കത്തില്ല. ഈ പ്രീമെച്വർ ബേബീസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളിലൊക്കെ ചിലപ്പോൾ എന്തിന്റെ അളവ് കുറയാം? സർഫക്റ്റൻസിന്റെ അളവ് കുറയാം. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞെന്ത് ചെയ്യും? മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ സർഫക്റ്റന്റ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ അൽവിയോളയ്ക്ക് എക്സ്പാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ കോൺട്രാക്ട് ചെയ്യാനും വികസിക്കാനും സങ്കോചിക്കാനും ഒക്കെ സാധിക്കുന്നത്. അപ്പൊ നമ്മളിന്ന് പറഞ്ഞത് റെസ്പിറേഷന്റെ അല്ലെങ്കിൽ ശ്വസനത്തിന്റെ സെക്കൻഡ് ഫേസ്, രണ്ടാമത്തെ ഘട്ടമാണ് അല്ലെ. അതായത് ഒന്നാമത് നമ്മൾ പറഞ്ഞത് എയർ ഉള്ളിലേക്ക് എടുക്കുന്നത്, അതായത് ആ വെന്റിലേഷൻ പ്രോസസ് ആണ്. അൽവിയോളയിൽ എത്തിയിട്ടുള്ള ഓക്സിജൻ ബ്ലഡിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് എത്തുന്നതാണ് റെസ്പിറേഷന്റെ രണ്ടാമത്തെ ഘട്ടം, അതായത് അൽവിയോളാർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അപ്പൊ അൽവിയോളാർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിനെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് അൽവിയോളയുടെയും ബ്ലഡ് കാപ്പിലറീസിന്റെയും വാളിലുള്ള സിംഗിൾ ലെയർ ഓഫ് സെൽസ്, മോയ്സ്ചർ അല്ലെങ്കിൽ ഈർപ്പം, അതുപോലെ തന്നെ ബ്ലഡിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുതലും അൽവിയോളയ്ക്കകത്തിലെ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂടുതലും. അപ്പൊ ഇതൊക്കെയാണ് എന്തിനെ സഹായിക്കുന്നത്? അൽവിയോളയിലുള്ള ഗേഷ്യസ് എക്സ്ചേഞ്ചിന് സഹായിക്കുന്നത്. അപ്പൊ ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.